ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ചെറിയ രീതിയിൽ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും വൈകുന്നേരമായപ്പോൾ ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയതാണിത്. അതിനുശേഷം ഓരോരുത്തരും കസിൻസ് എല്ലാവരും എത്തി. ഞങ്ങൾ എല്ലാവരും എത്തിയിട്ട് ചെറിയ രീതിയിലൊരു ചിക്കൻ കറി, പൊറോട്ടയും ചിക്കൻ കറിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ കറി ഞങ്ങൾ വീട്ടിൽ തന്നെ വെക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ മെയിൻ ഷെഫ് വരുന്നത് നമ്മുടെ ഇടത്തമ്മനെയായിരുന്നു കേട്ടോ. മീൻസ് വിഷ്ണുവേട്ടൻ്റെ വൈഫാണ് അർച്ചന. അപ്പോൾ ഞങ്ങളിങ്ങനെ സൈഡിൽ ഓരോന്ന് ചെയ്ത് കൊടുത്തു. മീൻസ് കഷ്ണം നുറുക്കലും ബാക്കി അങ്ങനത്തെ കാര്യങ്ങൾ സൈഡ് കയ്യാളായിട്ട് ഞങ്ങളുണ്ടായിരുന്നു. പക്ഷേ മെയിൻ നമ്മുടെ ഷെഫ് വരുന്നത് ഇടത്തമ്മയാണ്. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. അങ്ങനെ ഒരു 10-11 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ചിരുന്ന് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോമഡിയൊക്കെ പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. ചിക്കൻ കറി ഒരു രക്ഷയുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ചെറിയൊരു DJ പോലെ പാട്ടും ഡാൻസൊക്കെ വെച്ചിട്ട് കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ ഗ്രാൻഡായിട്ടൊന്നുമല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ വിചാരിച്ചൊക്കെ അടിപൊളിയായിട്ടും എല്ലാം വന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 12 മണിയാവാറായപ്പോഴേക്കും ഞങ്ങൾ മെല്ലെ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ കുറച്ച് കമ്പിത്തിരിയും അതേപോലെ സ്കൈ ഷോട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 12 മണിക്ക് തന്നെ ഇതാ നിങ്ങൾ കാണുന്ന 12 മണിക്ക് തന്നെ ഞങ്ങളുടെ ബഹളം ഒക്കെ കാരണം തന്നെ കുറേ എല്ലാവരും എണീച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ബഹളമൊക്കെ വെച്ച് ഞങ്ങൾ അതൊക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ ഏട്ടനും വിളിച്ചു കിട്ടും. അതിൻ്റെ വോയിസാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഏട്ടനും വിഷമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ബാക്കി വന്ന കമ്പിത്തിരിയൊക്കെ ഞങ്ങൾ കത്തിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ഈ ഒരു വൈബ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് വിഷുവിൻ്റെ വൈബ് കൂടി ഞങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടോ. കാരണം പണ്ടാണ് ഈ കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങളിങ്ങനെ കത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ വലുതായപ്പോൾ അങ്ങനെ ഒത്തൊരുമിച്ചിട്ടൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല. വിഷുവിനൊന്നും എല്ലാവരും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് അങ്ങനെ ഒന്നിച്ച് കിട്ടാറില്ല. അപ്പോൾ അതും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ വലിയേട്ടനും എത്തി. അപ്പോൾ ഞങ്ങൾ വലിയേട്ടനെ കൊണ്ട് തന്നെ കേക്കും മുറിപ്പിച്ചു കേട്ടോ. അപ്പോൾ കേക്ക് അങ്ങനെ വലിയേട്ടൻ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതും അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട്, സത്യം പറഞ്ഞാൽ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വയറൊക്കെ ഫുള്ളായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട്. എന്നാലും അതൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും സൈഡാവാൻ തുടങ്ങിയിട്ടോ. എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. വിഷ്ണുവേട്ടനും അടുത്തമ്മയും മാത്രം വീട്ടിലേക്ക് പോയി. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കടന്നു. കുട്ടിയും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.